കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ട പശു കർഷകനെ കാണാൻ വീണ്ടും ഞങ്ങൾ പോയി. ചുമ്മാതെയല്ല, കയ്യിൽ 5 കിലോ പിണ്ണാക്കം കൊണ്ട്. അനുഭൂതി എന്ന് പറയട്ടെ, പിണ്ണാക്കം കൈപ്പിടിച്ചുകൊണ്ട് ഒരാളെ കാണാൻ ചെല്ലുന്നത് ഏറ്റവും നല്ല കാര്യമാണെന്ന് ഇന്ന് തോന്നി. കഴിഞ്ഞ പ്രാവശ്യം അതിലെ നടക്കുമ്പം ഒരിക്കലും വിചാരിച്ചില്ല പിണ്ണാക്കം കൊണ്ടായിരിക്കും ഇനി ഇവിടെ വരുന്നതെന്ന്. ഇന്നലെ രാത്രി കൊണ്ടുവന്നു 2 പശുക്കളെ. കേരളത്തിൽ നിന്നൊന്നുമല്ല, തമിഴ്നാട്ടിൽ നിന്ന്. പറഞ്ഞാലും തീരുന്നില്ല നമ്മുടെ മോവീഷേട്ടനും കുടുംബത്തിനും ആ വിശേഷങ്ങൾ. കച്ചി കൊടുക്കുന്നു, പച്ചപ്പുല്ല് കൊടുക്കുന്നു, മാറി മാറി കച്ചിയും പച്ചപ്പുല്ലും കൊടുക്കുന്നു. ബാങ്ക് ലോൺ കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു വീഡിയോയും കൊണ്ട് നിങ്ങളിലേക്ക് എത്തിയത്. ആ ബാങ്കുകാരെല്ലാം വിളിച്ചു, ലോൺ തരാം. പക്ഷേ ആയിട്ടില്ല, ഇനിയും കുറച്ച് സമയം കൂടെ എടുക്കും. പക്ഷേ നമ്മുടെ മലയാളികൾക്കൊരു പ്രശ്നമുണ്ട്. ഒരു കാര്യം കണ്ടാൽ അതിൻ്റെ ബാക്കി ചെയ്തിരിക്കും. വീഡിയോയുടെ അടിയിൽ കൊടുത്ത നമ്പറിലേക്ക് വിളികൾ വന്നു. അത് സപ്പോർട്ടായി മാറി. പ്രിയമുള്ളവരെ, ഇന്നലെ രാത്രി 2 മണിയായപ്പം ഈറോഡിൽ നിന്ന് യാത്ര ചെയ്ത് ഇവർ 2 പശുക്കളെ വീട്ടിൽ കൊണ്ടുവന്നു. നമ്മുടെ വീഡിയോ ഇട്ട് അന്ന് മുതൽ ഒരുപാട് ആൾക്കാർ സഹായിച്ചു. പേര് പോലും പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആൾക്കാർ. കണ്ടറിഞ്ഞ് കൂടെ നിന്നവർക്ക് ഒന്നും പറയാനില്ല, ഒരുപാട് നന്ദി. വീഡിയോ കണ്ടിട്ട് കുറേ ആൾക്കാർ ഇവരെ വിളിച്ചു, വാങ്ങണം, നല്ല പശുക്കളെ വാങ്ങണം, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ പിറ്റേ ദിവസം മുതൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലേക്ക് ഇവർ യാത്ര ചെയ്യാൻ വേണ്ടി തുടങ്ങി. രാവിലെ കൊച്ചിനെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ 2 പേരും കൂടെ അങ്ങ് പോവും. വൈകുന്നേരം ഒരു നേരത്തായിരിക്കും വന്ന് കയറുന്നത്. എത്തി അവസാനം തമിഴ്നാട്ടിൽ ഈറോഡിലും എത്തി. പതിവ് പോലെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഇന്നലെ വൈകുന്നേരം വിളി വന്നു, കിട്ടി ചേട്ടാ കിട്ടി. ഞാൻ പറഞ്ഞു, കൊണ്ടുപോരെ, നിങ്ങൾ വരുമ്പോഴേക്കും രാവിലെ ഞങ്ങളവിടെ എത്തും. വിചാരിച്ചതിനേക്കാട്ടിലും അരമണിക്കൂർ നേരത്തെ മാർട്ടിൻ ചേട്ടനെയും ബൈച്ചേട്ടനെയും കൂട്ടിക്കൊണ്ട് അവരുടെ വീട്ടിലെത്തി. പ്രിയമുള്ളവരെ പറയട്ടെ, കാണേണ്ട സന്തോഷമായിരുന്നു. ചെന്നപാടെ പറഞ്ഞു, ചേട്ടാ ഈ ലോകത്ത് എന്തുമാത്രം നല്ല മനുഷ്യരാ ചേട്ടാ. ഒന്നുമില്ലാതെ വീട് വിൽക്കണമെന്ന് വിചാരിച്ച് ഒരു പ്രതീക്ഷയില്ലാതിരുന്നിടത്താണ് ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു വലിയ ആവേശം വരുന്നത്. എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ഇതിനൊക്കെ എങ്ങനെയാ ഞങ്ങൾ പകരം വീട്ടുന്നത്. പുല്ലരിയുന്നതിനിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു, ഇനി ഞങ്ങൾക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ട് വരികയില്ല, എപ്പോഴും കാണും 500 രൂപയെങ്കിലും എടുക്കാൻ. പ്രിയമുള്ളവരെ, ഇതുപോലെ കുറേ ആൾക്കാരെ ഓരോ പ്രദേശത്ത് നമുക്കൊന്ന് ഉയർത്തിക്കൊണ്ട് വരാൻ പറ്റിക്കഴിഞ്ഞാലുണ്ടല്ലോ, മാറും നമ്മുടെ നാട്, വല്ലാണ്ട് മാറും. ചെറിയൊരു സംരംഭമാണേലും അതിലൂടെ ഒരു പ്രദേശം എന്തുമാത്രം പച്ച പിടിക്കുന്നുണ്ടെന്നറിയാവോ? ഇതിൻ്റെ ചാണകം, തൈര്, നെയ്യ്, പാല് ഇതെല്ലാം ആ ഒരു പ്രദേശത്തെ ആൾക്കാരിലേക്ക് എത്താൻ പോവാ. നല്ല ഇനം പശുക്കളെയാണ് അവർ വാങ്ങിയത്. ഇന്ന് മൃഗഡോക്ടർ അവിടെ എത്തും, ഇൻഷുർ ചെയ്യും. ഒരു 2 പശുക്കളെയും കൂടെ എങ്കിലും അത്യാവശ്യമായിട്ട് ഇവരുടെ കൂട്ടിലെത്തണം. കാരണം ഉണ്ടല്ലോ, ഇവർ ചെയ്യുന്ന പണിക്ക് എന്നാലേ ഒരു നല്ലൊരു കൂലിയൊക്കെ ഉള്ളൂ. ബാങ്കുകാരായിട്ടോ അല്ലെങ്കിൽ പലിശയെല്ലാം കുറച്ച് ആരെങ്കിലും കുറച്ച് പൈസ കടം കൊടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, കണ്ണൂർ ജില്ലയിലേക്ക് അറിയപ്പെടുന്ന ഒരു കർഷകനായിട്ട് ഇദ്ദേഹം മാറാൻ വലിയ നേരമൊന്നും വേണ്ട. ചേച്ചി പറഞ്ഞു, 10 ദിവസം കൂടെ ഉള്ളൂ ഇനി പശു പ്രസവിക്കാൻ. അപ്പം ഞങ്ങൾ എന്നാൽ കൊച്ചിനെ കാണാൻ കുട്ടിയുടുപ്പും വാങ്ങി വരാം. ഒത്തിരി നന്ദിയോടെ ദൈവം അനുഗ്രഹിക്കട്ടെ.